നമസ്കാരം. നമുക്കറിയാം സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഓളം ഇന്ന് എത്രത്തോളം വലുതാണെന്ന്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ കുറവാണ്. പല വാർത്തകളും വിവരങ്ങളും ഒക്കെ നാം അറിയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ്. വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കാര്യങ്ങളും വൈറലാകാറുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏതും വളരെ വേഗം ഷെയർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെ പങ്കുവെക്കുന്ന എല്ലാ കാര്യങ്ങളും പലപ്പോഴും പൂർണ്ണമായി ശരിയോ സത്യമോ ഒന്നും ആകാറില്ല. വരും ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നാം അറിയുന്നത്. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും. സോഷ്യൽ മീഡിയ കാരണം പണി കിട്ടുന്നവർ നിരവധിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇനി ഏതും UAE ഷെയർ ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ ചെയ്താൽ പണി കിട്ടും. UAE നിരോധിത ഉള്ളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് തടവും 10 ലക്ഷം ദിർഹം പിഴയുമാണെന്ന് ഓർക്കുക. ഇനി നിയമലംഘനം ആവർത്തിച്ചാലോ? പിഴ 20 ലക്ഷം ദിർഹമാണ്. അതായത് പിഴ ഇരട്ടിയാകും. രാജ്യത്തിന്റെ സഹിഷ്ണുതയ്ക്കും സഹവർത്തിത്വത്തിനും വിരുദ്ധമോ സാമൂഹിക വിരുദ്ധമോ ആയ ഉള്ളടക്കം ഷെയർ ചെയ്യാൻ പാടില്ല. നിരോധിത ഉള്ളടക്കം ഷെയർ ചെയ്യുന്നവർക്കും സമാന ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് UAE അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സംസ്കാരം, പാരമ്പര്യം, ആചാരങ്ങൾ, മൂല്യങ്ങൾ എന്നിവയെ തെറ്റായി ചിത്രീകരിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന ഉള്ളടക്കവും ചെയ്യാൻ പാടില്ല. വിദേശ നയത്തെക്കുറിച്ചോ ദേശീയ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചോ തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിവരങ്ങൾ, വിദ്വേഷ പ്രസംഗം, അപകീർത്തിപ്പെടുത്തൽ എന്നിവ നേരിട്ടോ പരോക്ഷമായോ പങ്കിടുന്നതും നിയമലംഘനമായി തന്നെ കണക്കാക്കും. നിയമം ലംഘിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ 6 മാസം വരെ താൽക്കാലികമായി അടച്ചിടേണ്ടി വരും. ഇനി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ടി വരും. നിയമലംഘനത്തിന് കാരണമായ പോസ്റ്റ് സ്വയം നീക്കിയില്ലെങ്കിൽ അതിനുള്ള ചെലവും അവരിൽ നിന്ന് ഈടാക്കും. ദൈവിക അസ്തിത്വം, ഇസ്ലാമിക വിശ്വാസങ്ങൾ, ഏകദൈവ വിശ്വാസം, ഇതര മതവിശ്വാസങ്ങൾ എന്നിവയെ അവഹേളിക്കുക, ഭരണ സംവിധാനത്തെയും ഭരണകൂടത്തെയും താൽപ്പര്യങ്ങളെയും ചിഹ്നങ്ങളെയും അവഹേളിക്കുക, ദേശീയ രാജ്യാന്തര തലങ്ങളിൽ ഭരണകൂടത്തെ മോശമായി ചിത്രീകരിക്കുക, രാജ്യത്തിന്റെ വിദേശ ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന അഭിപ്രായ പ്രകടനം, ദേശീയ സാമൂഹിക ഐക്യത്തെ തകർക്കുന്ന വിധം പെരുമാറുക, പ്രാദേശിക ഗോത്ര വിഭാഗീയതയ്ക്ക് കാരണമാകുന്ന അക്രമം, വിദ്വേഷം, തീവ്രവാദം എന്നിവ പ്രേരിപ്പിക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിക്കുക, മൂല്യങ്ങളെയും പൊതു താൽപ്പര്യങ്ങളെയും വ്രണപ്പെടുത്തുക, നിയമസുരക്ഷ, പൊതു താൽപ്പര്യങ്ങളെയും വ്രണപ്പെടുത്തുക, സാമ്പത്തിക കാര്യങ്ങൾക്കെതിരായ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുക, വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുക, കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുക, പൊതു ധാർമ്മികത ലംഘിക്കുക, സർക്കാരിനെയും നയങ്ങളെയും തെറ്റായി ചിത്രീകരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കും കടുത്ത ശിക്ഷയുണ്ടാകുമെന്നാണ് വിവരം. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദേശീയ മൂല്യങ്ങൾ, സഹിഷ്ണുത, സഹവർത്തിത്വം എന്നിവ ഉയർത്തിപ്പിടിക്കണമെന്നാണ് നാഷണൽ മീഡിയ ഓഫീസ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കാരണം പണി കിട്ടുന്നവർ ഏറെയാണ്. ഇനി ഏതും UAE ഷെയർ ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട. ഭരണകൂടം നിങ്ങൾക്ക് പിന്നാലെ തന്നെയുണ്ട്. പ്രവാസികളെല്ലാം നിർദ്ദേശങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം.